കൃഷ്ണൻ മാജിക് കാണിച്ചു. ഞാൻ എന്റെ അമ്മയെ ഭൂതവും സമ്മതിച്ചില്ല. പിന്നെ കൃഷ്ണനും എല്ലാം ശരിയാക്കി തന്നു. ഞാനൊന്നും ചെയ്തില്ല പ്രീതു, ഞാനൊന്നും ചെയ്തില്ല. നീ ഓടക്കുഴൽ വായിച്ചു, ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ചു. പിന്നെ നീ മാജിക് കാണിച്ചു. നീയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇതിലൊന്നും എനിക്കൊരു പങ്കുമില്ല പ്രീതു. സംഭവിച്ചതെല്ലാം നിങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമാണ്. അമ്മയുടെയും മകളുടെയും ആഗ്രഹം, ആ ആഗ്രഹം ഞാൻ കുറച്ചു നേരത്തേക്ക് സഫലമാക്കി, അല്ലാതെ മറ്റൊന്നുമല്ല. പ്രീതു, മോൾക്ക് എങ്ങനെ അറിയാം മോളുടെ അമ്മ? കാരണം ഞാനമ്മയെ കണ്ടതാ. മാജിക് ചെയ്തതാ, വൈഡി മാജിക്. എന്റെ അമ്മ ഭൂതം അവനായിട്ട് റെഡി ആയിരുന്നതാ. ഞാൻ പറഞ്ഞു അച്ഛനെ ഒറ്റയ്ക്ക് വിടരുതെന്ന്. അച്ഛനമ്മയുടെ ആവശ്യമുണ്ടെന്ന്. എന്റെ കൂടെ നീയുണ്ടല്ലോ, പിന്നെ കൃഷ്ണനുണ്ട്. മതി മതി, ഇനി ഞാൻ ഒരിക്കലും എന്റെ അമ്മയെ കാണില്ല. ഒരിക്കലും അമ്മയുടെ അടുത്ത് പോവില്ല, ഒരിക്കലും ഇല്ല. ഇങ്ങനെ പറയാൻ പാടില്ല പ്രീതു. ഇങ്ങനെ എന്തിനാ പറയുന്നത്? പോകുന്നേ, പോയി മോളുടെ അമ്മയെ കാണു പ്രീതു. ഇല്ല വൈഡി, ഞാൻ പ്രോമിസ് ചെയ്തതാ ഞാൻ ഇനി ഒരിക്കലും അമ്മയെ കാണില്ലെന്ന്. ഇനി ഞാൻ എങ്ങാനും എന്റെ അമ്മയെ കണ്ട അമ്മയ്ക്ക് ഉറപ്പായിട്ട് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാവും. പിന്നെ എന്റെ അമ്മ ഭൂതമായി പോവും. എനിക്ക് എന്റെ അമ്മ ഹാപ്പി ആയിട്ടിരുന്നാ മാത്രം മതി. പ്രീതു, ആളുകൾ പറയുന്നത് ശരിയാണ്. ദൈവം നല്ല ആളുകളെ വേഗം ദൈവത്തിന്റെ അടുത്തേക്ക് വിളിക്കും. പ്രീതു, ഞാൻ വളരെ ലക്കിയാണ്, വളരെ ലക്കിയാണ്. എനിക്ക് നിന്നെ കാണാം. നിന്നെ എനിക്ക് തൊടാൻ പറ്റുന്നുണ്ട്, നിന്നെ അറിയാൻ പറ്റുന്നുണ്ട്. പ്രീതു, 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 നീ എവിടെ പോയി? എനിക്ക് പ്രീതുവിന്റെ അടുത്ത് പോണം. ഞാൻ എവിടെയാ? നിനക്കൊന്നുമില്ല, നീ രക്ഷപ്പെട്ടു. ഡോക്ടേഴ്സാണ് നിന്നെ രക്ഷിച്ചത്. ഡോക്ടേഴ്സ് അല്ല എന്നെ രക്ഷിച്ചത്. എന്റെ പൊന്നുമോളാണ് എന്നെ രക്ഷിച്ചത്. അവൾ എന്നെ ഇങ്ങോട്ട് തിരിച്ചയച്ചു. ഞാൻ അവളെ കണ്ടു. എന്റെ മോള്. ഞാൻ അവളുടെ കൂടെ താമസിക്കാൻ ആഗ്രഹിച്ചത്. പക്ഷെ അവൾ അതിന് സമ്മതിച്ചില്ല. അവൾ എന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചയച്ചു. നീ എന്തൊക്കെയായി പറയുന്നത്? എത്ര ചെറിയ കുഞ്ഞ എന്റെ പൊന്നുമോള്, എന്റെ പ്രീതു. എനിക്കിനി ഇവിടെ ജീവിക്കണ്ട. എനിക്ക് അവളുടെ അടുത്തേക്ക് പോണം. എനിക്കിനി ഇവിടെ ജീവിക്കണ്ട. എന്നെ പോകാൻ അനുവദിക്ക്. റിലാക്സ്, ജസ്റ്റ് റിലാക്സ്. നീ ഇങ്ങനെ ഒരുപാടൊന്നും ചിന്തിച്ചു കൂട്ടരുതേ. ചിലപ്പോ നീ എന്തെങ്കിലും സ്വപ്നം കണ്ടതാവും. അല്ല, ഞാൻ സ്വപ്നം കണ്ടതൊന്നും അല്ല.
സത്യമായിട്ട് ഞാൻ അവളെ കണ്ടു. ഞാൻ അവളോട് സംസാരിച്ചു, അവളെ തൊട്ടു, അവളെ കെട്ടിപ്പിടിച്ചു. അത് അവള് തന്നെയായിരുന്നു, സ്വപ്ന അല്ലായിരുന്നു. എനിക്ക് പോണം. അറിയോ, മരിച്ചിട്ടും അവൾക്ക് നിങ്ങളെ പറ്റിയാണ് വിചാരം. എന്നെ തിരിച്ച് നിങ്ങൾക്ക് വേണ്ടിയാ പ്രീതു അയച്ചത്. അവൾ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അവള് നമ്മളെയൊക്കെ വിട്ടിട്ട് പോയതുപോലെ ഞാനും വിട്ടിട്ട് പോകരുതെന്ന്. അവക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് കഴിയുന്നത് കാണാൻ വയ്യ, കരയുന്നത് കാണാനും കഴിയില്ല. അവളുടെ ആഗ്രഹം ഞാൻ നിങ്ങളെ നോക്കണമെന്നാണ്, നിങ്ങളുടെ ഒപ്പം ഇരിക്കണമെന്നാണ്. അവക്ക് നിങ്ങളെ പറ്റിയാണ് ചിന്ത മുഴുവനും. ഇപ്പോഴും നിങ്ങളെ കുറിച്ച്, പിന്നെ അയാളെ കുറിച്ചും, അവളുടെ ജീവൻ പോകാൻ കാരണമായ ആളെ കുറിച്ച്. എന്റെ പ്രീതു, പ്രീതു അവളെ സ്വയം ഭൂതം എന്നാണ് വിളിക്കുന്നത്. ഭൂതമൊന്നുമല്ല എന്റെ പ്രീതു. ദൈവം പ്രീതുവിനെ പോലൊരു മോളെ എല്ലാവർക്കും കൊടുക്കട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ ജീവൻ എന്റെ പ്രീതുവാണ് രക്ഷിച്ചത്. ഈ പുതിയ ജീവിതം അവളാണ് എനിക്ക് തന്നത്. ഒരുപാട് സ്നേഹമുള്ളവളാണ് എന്റെ കുഞ്ഞ്. നാളെ നേരം വിളിക്കുമ്പോഴേക്കും എല്ലാ പേപ്പേഴ്സും എന്റെ കയ്യിലെത്തിയിരിക്കണം. അതിലൊരു തെറ്റും വരരുത്. ഈസ് ദാറ്റ് ക്ലിയർ? ഓക്കെ സാർ. മോനെ, ദേഷ്യം കൊണ്ട് നീ ഒരു കാരണവശാലും അങ്ങനെയൊന്നും ചെയ്യരുത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകും മോനെ. ഇനി കൈവിട്ടു പോകാൻ എന്താ ഉള്ളതമ്മേ? ഞാൻ അമ്മയോട് പ്രോമിസ് ചെയ്തിരുന്നു മാനസിക പേരിൽ ആർക്കും ഒരു കുറ്റം ചാർത്താൻ കഴിയില്ലെന്ന്. എന്നാൽ ഇന്ന് എന്റെ പെങ്ങൾ ജയിലിലാണ്. അമ്മ പറഞ്ഞത് ശരി തന്നെയാണ്. എന്റെ പ്രണയം എന്റെ ജീവിതം തന്നെ നശിപ്പിക്കുമെന്ന് അതങ്ങനെ തന്നെ സംഭവിച്ചമ്മേ. ആ വേദന, ആ കഷ്ടപ്പാട് ആ സുചി എനിക്കും എന്റെ പെങ്ങൾക്കും തന്നത്, അതേ വേദനയും അതേ കഷ്ടപ്പാടും ഞാൻ സുചിക്ക് അതുപോലെ തിരിച്ചു നൽകുന്നതായിരിക്കും. കണ്ടോ പ്രീതു? പ്രീതുവിന്റെ അമ്മ എങ്ങനെയാ സുഖമായതെന്ന് കണ്ടോ? എന്റെ അമ്മയ്ക്കിപ്പോ നല്ല സുഖമായി. ഞാൻ കൃഷ്ണനോട് പറഞ്ഞിട്ടാ അമ്മയ്ക്ക് സുഖമായത്. പ്രീതു, നിനക്കറിയാമോ ഇതെല്ലാം നീ കാരണമാ സംഭവിച്ചത്. ദൈവം എല്ലാ അമ്മമാർക്കും നിന്നെ പോലൊരു മകളെ കൊടുക്കട്ടെ. എനിക്ക് നിന്നെ പോലൊരു മോളെ വേണം, പ്രീതുവിനെ പോലെ.
ലവ് യു അമ്മ. ഐ മിസ് യു. ഞാൻ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പ്രീതു, നിനക്ക് മിസ് ചെയ്യുന്നുണ്ടല്ലേ? ഇപ്പൊ നിനക്ക് അമ്മയെ കാണാലോ. ഞാൻ കാണിച്ചു തരാം നിനക്ക്. മരിച്ചുപോയ മനുഷ്യൻ ഭൂതമായിട്ട് വന്ന് നമ്മുടെ കുടുംബക്കാരെ കാണുവാണെങ്കിൽ ആ കുടുംബത്തിന് വലിയ ദോഷം ഉണ്ടാക്കും അത്. വേണ്ട, എനിക്ക് അമ്മയെ കാണണ്ട. എനിക്കിനി കാണണ്ട അമ്മ. എന്തുകൊണ്ട് കാണണ്ട? എന്നെ കണ്ടപ്പോ മുതല് ഒരേ ഒരു കാര്യല്ലേ പറഞ്ഞിരുന്നത്? അമ്മയെ കാണണം, അമ്മയെ കാണണം, അമ്മ അമ്മ അമ്മ. ഇപ്പൊ അമ്മ മുന്നിലുണ്ടായിട്ടും ഇത്രയും കാത്തിരിപ്പിന് ശേഷവും ഇത്ര കഷ്ടപ്പാടിന് ശേഷവും ഇപ്പൊ നീ പറയുന്നു അമ്മയെ കാണണ്ടെന്ന്. എന്നിട്ട് നീ ഇതും പറയുന്നോ തിരിച്ചു പോവാന്ന്? കൃഷ്ണനോട് പ്രോമിസ് ചെയ്തതല്ലേ നിന്റെ അമ്മയെ ഒരിക്കലും ഇനി കാണില്ലെന്ന്? അമ്മയെ കാണാൻ ഞാൻ പോവില്ല. പ്രീതു, നീ കണ്ടോ? നീ കൃഷ്ണനോട് പ്രോമിസ് ചെയ്തതല്ലേ? അപ്പൊ ഞാനും വാക്ക് തരുന്നു. ഞാൻ എന്റെ പ്രീതുവിന് അവളുടെ അമ്മയെ കാണിച്ചു കൊടുത്തിരിക്കും. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വാ പ്രീതു, വേണ്ടെന്ന് പറഞ്ഞില്ലേ? വരൂ പ്രീതു. എനിക്ക് വരണ്ട. എന്നെ വിട്. ഞാൻ കാണാൻ പ്രീതു, വരില്ല. വാ പ്രീതു. എന്നെ വിട്. ഞാൻ വരില്ല കാണാൻ. എന്നെ വിട്. എനിക്ക് കാണണ്ട അമ്മ. അമ്മ എനിക്ക് കാണണ്ട. അമ്മ എനിക്ക് കാണണ്ട. പ്രീതു, നോക്ക് പ്രീതു, നിന്റെ അമ്മ നിന്നെ വിളിക്കുക. പ്രീതു, പോകരുത്. വിടെന്നെ. നീ എന്താ വിചാരിച്ചേ? എനിക്ക് എന്റെ അമ്മയെ കാണാൻ ആഗ്രഹമില്ലെന്നാണോ? എന്റെ അമ്മയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുത്തു. ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും അമ്മയ്ക്ക്. അതെല്ലാം ഞാൻ കാരണോ? ഞാൻ അമ്മയെ കണ്ടത് കൊണ്ടാ. ഇന്നു മുതൽ ഞാൻ എന്റെ അമ്മയെ ഒരിക്കലും കാണില്ല. ഒരിക്കലും കാണില്ല. ഒരിക്കലും കാണില്ല. ഒരിക്കലും കാണില്ല. ഒരിക്കലും കാണില്ല അമ്മ. ഒരിക്കലും ഞാൻ കാണില്ല അമ്മ. അമ്മ ഞാൻ ഇനി കാണില്ല. ഞാൻ പറഞ്ഞതാണ്, വിധി ഈ സംഭവത്തിന് ശേഷം നിന്റെ കഥയ്ക്ക് മറ്റൊരു മുഖം നൽകാൻ പോവുകയാണെന്ന്. സ്വന്തം അമ്മയ്ക്ക് മറ്റൊരു ജന്മം നൽകി നീ വലിയൊരു ത്യാഗമാണ് ചെയ്തത് പ്രീതു. നീ ഞങ്ങളുടെ എല്ലാം കണ്ണു തുറപ്പിച്ചിരിക്കുന്നു. നിന്റെ ഈ ത്യാഗത്തിന് പകരം വിധി തീർച്ചയായും ഒരു സമ്മാനം നൽകും. ഞാൻ വെറുതെ വിടില്ല നിന്നെ, പിന്നെ നിന്റെ സഹോദരിയെയും. എന്റെ പെങ്ങളോട് എത്ര വലിയ ദ്രോഹം ചെയ്യാമോ അതെല്ലാം നീ ചെയ്തു കഴിഞ്ഞു. ഇനി ഒരു വട്ടം കൂടി നീ അവളുടെ പേര് പറഞ്ഞാ പോലും. പറഞ്ഞാലെന്താ? എന്റെ മോളെ കൊന്നു അവൾ. എന്റെ ഭാര്യയെ കൊല്ലാനും ശ്രമിച്ചു അവൾ. കല്യാണം കഴിഞ്ഞതിന് ശേഷവും നിനക്ക് എന്റെ പെങ്ങളുമായിട്ട് അഫെയർ ഉണ്ടായിരുന്നു. നിനക്ക് അത്തരത്തിൽ അവളുമായിട്ടൊരു അഫെയർ ഇല്ലായിരുന്നെങ്കിൽ, എന്റെ പെങ്ങൾ അതിൽ മയങ്ങിപ്പോകാതിരുന്നെങ്കിൽ ഒരിക്കലും അവൾക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. രണ്ട് കൈകൾ കൊട്ടിയാലെ ശബ്ദം കേൾക്കൂ സുധയോ. മാനസി എത്ര തെറ്റ് ചെയ്തോ അതിന്റെ 10 മടങ്ങ് തെറ്റ് നിന്റേതാണ്.
മാനസിയോട് ചെയ്തതിനെല്ലാം ഞാൻ പകരം ചോദിച്ചിരിക്കും. ശ്രദ്ധിച്ച് വായിക്ക. ഇന്നു മുതൽ ഞാൻ പറയുന്നതെല്ലാം നീ ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം നിന്റെ ജീവിതം തൊലയ്ക്കും ഞാൻ. വായാടി, നോക്കിക്കേ, അമ്മ സൂപ്പ് കുടിക്കുക. അമ്മക്ക് എല്ലാം സുഖമായി. പ്രീതു വരുന്നേ, നമുക്ക് രണ്ടുപേർക്കും പോയി മോളുടെ അമ്മയ്ക്ക് ഒരുമിച്ച് സൂപ്പ് കൊടുക്കാം. പ്ലീസ്. ഇല്ലില്ല, എനിക്ക് കൊടുക്കണ്ട. വായാടി, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാം. അത് നീ ഉണ്ടല്ലോ എന്റെ അമ്മയുടെ കവിളിൽ കൊടുക്കണം. ഗിഫ്റ്റോ? അയ്യോ വായടി, കിസ് കിസ്. പോയി അമ്മയുടെ കവിളിൽ കൊടുക്ക്. ചെറിയമ്മേ, ഗോകുലേ, ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലേ? ലൈറ്റുകൾ ഓഫാണല്ലോ. ആരോ സർ, സാറിന്റെ വീട്ടിൽ എന്താ ചെയ്യുന്നത്? ഈ ചോദ്യം എന്റേതാണ് സുജി ശർമ്മ. നീ ഈ വീട്ടിൽ എന്താണ് ചെയ്യുന്നതെന്ന്. എന്ന് വെച്ചാ
ഇന്നു മുതൽ ഈ വീട് എന്റേതാണ്.